കാരണം പാലക്കാട് റെയിൽവേ ഡിവിഷനല്ല, ഇത് കേരളത്തിൻ്റെ തന്നെ വികസനത്തെ ബാധിക്കും. പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്നും ഈ മംഗലാപുരം അടച്ചു മാറ്റിയാൽ ഒരു ട്രെയിനും പുറപ്പെടാത്ത, ഒരു ട്രെയിനും സർവീസ് നടത്താത്ത ഇന്ത്യയിലെ ഏക ഡിവിഷനായി പാലക്കാട് ഡിവിഷൻ ചുരുങ്ങാൻ പോവുകയാണ്. അതിഭീകരമായൊരവസ്ഥയാണ്. ഫണ്ടിൻ്റെ കാര്യത്തിൽ, വികസനത്തിൻ്റെ കാര്യത്തിൽ, യാത്രക്കാരുടെ സൗകര്യത്തിൻ്റെ കാര്യത്തിൽ, ജീവനക്കാരുടെ കാര്യത്തിലൊക്കെ ഇത് ഇരുട്ടടിയാവും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അതുകൊണ്ട് തിരുവോണ നാളിൽ ഈ കേരള ജനതയുടെ പ്രതിഷേധം പാലക്കാട് ഡിവിഷൻ ഓഫീസിന് മുമ്പിൽ കൂടുതൽ മലബാറിൽ നിന്നുള്ള എം പിമാരുടെ ഒരു സത്യാഗ്രഹ സമരമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ നമ്മുടെ പാലക്കാട് ഡിവിഷൻ്റെ കീഴിലുള്ള മിക്കവാറും എല്ലാ എം പിമാരും ഉണ്ടാകും. മറ്റ് സ്ഥലത്തുള്ളവരും അവരുടെ അസൗകര്യം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പരമാവധി പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഡിവിഷൻ ആസ്ഥാനത്ത് സത്യാഗ്രഹ സമരം നടത്താനാണ് തീരുമാനം. ഇതൊരു തുടക്കം മാത്രമാണ്. ഇത് ശക്തമായിട്ടുള്ള വിയോജിപ്പ് കേരളത്തിൻ്റെ പ്രകടിപ്പിക്കുകയാണ്. ഇന്നലെ തന്നെ കേരള മുഖ്യമന്ത്രി റെയിൽവേ മന്ത്രാലയത്തെയും റെയിൽവേ മന്ത്രിയെയും ശക്തമായ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. കേരള സർക്കാർ ഞങ്ങളോടൊപ്പമുണ്ട്. ജനപ്രതിനിധികളും കേരള സർക്കാരും വിവിധ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് പോരാടേണ്ട ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ 70% വരുമാനമാണ് ഇല്ലാതാകുന്നത്. മംഗലാപുരത്തു നിന്നും 83-ലധികം ട്രെയിനുകൾ സർവീസ് നടത്തുകയാണ്. ആ സർവീസുകളൊക്കെ ഇനി മൈസൂരിൻ്റെ ഭാഗമാകും. ടിമാരും അതുപോലെ ലോക്കോ പൈലറ്റുമാരും റെയിൽവേ ജീവനക്കാരും 1000-ഓളം പേര് ഇനി കർണാടകയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് പുനർവിന്യസിക്കപ്പെടും. ജീവനക്കാരുടെ കാര്യം മാത്രമല്ല, യാത്രക്കാർക്ക് കിട്ടേണ്ട ഒരു ബോഗി കൂട്ടണമെങ്കിൽ ഇനി സൗത്ത് സോണിൽ തീരുമാനിക്കണം. പാലക്കാട് ഡിവിഷന് ഒരു റോളില്ലാതാവും. ഇവിടെ വരുമാനം ഇല്ലാതായാൽ അടുത്ത വർഷത്തെ സാമ്പത്തിക ബഡ്ജറ്റിൽ, റെയിൽവേയുടെ ബഡ്ജറ്റിൽ ആനുപാതികമായിട്ടുള്ള വലിയ കുറവുണ്ടാവും. അപ്പോൾ ഒരു വരുമാനമില്ലാത്ത ഡിവിഷൻ എന്ന് പറഞ്ഞ് പാലക്കാടിൻ്റെ ഭാവിയിൽ പൂട്ടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും വിട്ടുവീഴ്ചയില്ല. ഇത് പിൻവലിക്കുന്നത് വരെ അതിശക്തമായ സമരം പൊതുജനങ്ങളെ ജനസമ്പർക്കത്തിലൂടെ ജനങ്ങളെയും കൂടെ സംഘടിപ്പിച്ചുകൊണ്ട് റെയിൽവേ യാത്രക്കാർ മാത്രമല്ല എല്ലാവരെയും ബാധിക്കുന്ന റെയിൽവേയുടെ സാമ്പത്തിക സംവിധാനത്തെയും യാത്രാ സൗകര്യങ്ങളെയും എല്ലാം അട്ടിമറിക്കുന്ന ഈ തീരുമാനം പിൻവലിക്കുന്നത് വരെ ശക്തമായ സമരം നടത്താനാണ് റെയിൽവേ മന്ത്രി. പ്രതിഷേധം കൊണ്ടേ കാര്യമുള്ളൂ. അല്ലാതെ എന്ത് ചെയ്യും? ഇവർ അർദ്ധരാത്രി തീരുമാനം ഇരുമ്പോലൊക്കെയല്ല. അങ്ങനെ കേന്ദ്ര മന്ത്രിസഭയോ അല്ലെങ്കിൽ ജനപ്രതികളോ സംസ്ഥാന സർക്കാരോ കൂടി ആലോചിച്ചെടുത്തൊരു തീരുമാനമല്ല. ഈ തീരുമാനം എന്തിനു വേണ്ടിയാണ്? പുതിയൊരു ഡിവിഷൻ രൂപീകരിക്കുകയാണെന്ന് വെച്ചാൽ പിന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. സേലം ഡിവിഷൻ രൂപീകരിച്ചപ്പോൾ ബൈഫർക്കേറ്റ് ചെയ്തപ്പോൾ അവർ പുതിയ ഡിവിഷൻ വേണ്ടി അവർ സ്റ്റേറ്റ് ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് വന്നതെന്ന് അവർ ന്യായീകരിച്ചു. പക്ഷേ ഇതിനെന്ത് ന്യായീകരണമാണ്? ഒരു ന്യായീകരണമില്ലാതെ ഒരു രാത്രി ആരുമായിട്ട് ആലോചിക്കാതെ ഒരു ഡിവിഷൻ ഏറ്റവും പ്രമാദമായി, പ്രശസ്തമായി, ഏറ്റവും സാമ്പത്തികമായ ലാഭം കൊടുന്ന ഈ പാലക്കാട് ഡിവിഷനെ വിഭജിക്കാനുള്ള കാരണം എന്താണെന്ന് പറയാൻ റെയിൽവേ മന്ത്രാലയത്തിന് കഴിയുമോ? ഒരിക്കലും കഴിയില്ല. അപ്പോൾ കാരണം ഒറ്റൊന്നാണ്, BJPയുടെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കുക. കേരളത്തോട് BJPക്ക് ഒരു താല്പര്യമില്ല. ഇവിടെ ഒരു മുതലെടുപ്പ് നടക്കില്ലെന്ന് ഏറ്റവും അവസാനത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മനസ്സിലായി. ഇനി അവരുടെ ലക്ഷ്യം കർണാടകയാണ്. അത് ഈ റെയിൽവേ വിഭജിച്ചുകൊണ്ട് കർണാടകയിലെ BJPക്കാർ നടത്തുന്ന ലോബിയിങ് ആണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അല്ലാതെ മറ്റൊരു ഉദ്ദേശവുമില്ല. ഇത് വിഭജിച്ചതുകൊണ്ട് റെയിൽവേക്ക് എന്താണ് നേട്ടം? പാലക്കാടിനും കേരളത്തിനും നഷ്ടമാണ്. എന്താണ് കർണാടകയ്ക്കുള്ള ലാഭം? എന്തുകൊണ്ടാണ് ഒരു പുതിയ ഡിവിഷൻ അല്ലല്ലോ, ഇന്ത്യയിൽ എവിടെയും പുതിയ ഡിവിഷൻ വന്നിട്ടില്ല. അപ്പോൾ പ്രമാദമായി സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വരുമാനമുള്ള ഒരു ഡിവിഷനെ വിഭജിക്കാനുള്ള ഒരു കാരണവും റെയിൽവേ മന്ത്രിയുടെ മുമ്പാകെ ഇല്ല. അതുകൊണ്ടാണ് അദ്ദേഹം റിപ്പോർട്ട് തേടി എന്നുള്ള വാർത്ത വന്നിരിക്കുകയാണ്. നമുക്ക് വിചിത്രമായി തോന്നുന്നു, ഒരു റെയിൽവേ മന്ത്രി ഇന്ത്യയിൽ അറിയാതെ ഒരു ഡിവിഷനെ മുറിച്ചു മാറ്റി ഓർഡർ ഇറക്കിയിരിക്കുന്നു. അല്ലാതെ ഒരു ആലോചനയല്ല, ഒരു യോഗമല്ല, അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ചിന്തയല്ല. ഇത് ഓർഡർ രാത്രി തന്നെ ഇറങ്ങിയിരിക്കുക. ആരും അറിയാതെ ഓർഡർ ഇറക്കാൻ എന്താ റെയിൽവേക്ക് എന്താ കൊമ്പുണ്ടോ? ഒരു കാരണവശാലും ജനങ്ങളെ ചവിട്ടി മെതിച്ചുകൊണ്ട് സ്റ്റേറ്റിനെ ഒഴിവാക്കിക്കൊണ്ട് ഈ ഒരു തീരുമാനം നടപ്പിലാക്കാൻ ഇന്ത്യൻ റെയിൽവേക്ക് കഴിയില്ല എന്ന് അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. റെയിൽവേ മന്ത്രി പറയുന്നപ്പോൾ നുണയാണെന്നാണ് റിപ്പോർട്ട് തേടി താനൊന്നും അറിഞ്ഞില്ല എന്നൊക്കെ പറയുന്ന ആയിരിക്കുമല്ലോ. ഒരു റെയിൽവേ മന്ത്രി അറിയാതെ ഒരു പ്രധാനപ്പെട്ട ഡിവിഷൻ, അതും സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വരുമാനമുള്ള ഒരു ഡിവിഷൻ, അത് വിഭജിക്കുക എന്ന് വെച്ചാൽ കേന്ദ്രമന്ത്രി അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ജനങ്ങളെ കബളിപ്പിക്കുകയല്ലേ? പാർലമെൻറ്റിൽ പറഞ്ഞ മന്ത്രി, ആ മന്ത്രി മലക്കം മറിയുകയല്ലേ? ഞങ്ങൾക്ക് പാർലമെൻറ്റ് എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ നിയമനിർമ്മാണ സഭയിൽ നൽകിയ ഉറപ്പ് ലംഘിക്കപ്പെട്ടു എന്ന് വെച്ചാൽ ആ മന്ത്രി ആ സ്ഥാനത്ത് തുടരാൻ യോഗ്യത ഉണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമാണ്.